സംസ്ഥാനത്ത് 2 മാസമായി തുടരുന്ന കടുത്ത ചൂടിന് ആശ്വാസമായി. വേനൽമഴ ശക്തമായതോടെ കേരളത്തിലെ അന്തരീക്ഷ താപനില ശരാശരിയിലും താഴ്ന്നു. ഈ വേനൽക്കാലത്ത് ആദ്യമായാണ് ചൂട് ഇത്രയും കുറയുന്നത്. ഒരാഴ്ച വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും ലഭിച്ചിട്ടുണ്ട്. 2 മാസമായി സംസ്ഥാനത്തെ ചുട്ടരിച്ച കടുത്ത വേനൽ ചൂടിന് ശമനമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചത് വ്യാഴാഴ്ച മുതൽ താപനില സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് കാലാവസ്ഥാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇടവിട്ടുള്ള മഴ തുടരാനാണ് സാധ്യത. വ്യാഴാഴ്ച തിരുവനന്തപുരത്തൊഴികെ മറ്റെല്ലാ ജില്ലകളിലും താപനില ഈ ദിവസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കുറവായിരുന്നു. 11 വരെ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് താപനില ഇനിയും താഴാനാണ് സാധ്യത. പാലക്കാട്ടെ ഉയർന്ന ചൂട് 34.9 ഡിഗ്രിയായി കുറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് 4.5 ഡിഗ്രിയാണ് കുറഞ്ഞിരിക്കുന്നത്. പുനലൂരിലെ ഉയർന്ന ചൂട് 33 ഡിഗ്രിയായും കുറഞ്ഞു. തിരുവനന്തപുരത്ത് 34.1 ഡിഗ്രി ആയിരുന്നു. ശരാശരിയിലും 1 ഡിഗ്രി കൂടുതൽ. ബുധനാഴ്ച ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. കൊല്ലം പുനലൂരിൽ താപനില 37.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നെങ്കിലും വൈകിട്ടോടെ പെയ്ത മഴ ആശ്വാസമായി. തിരുവനന്തപുരം നഗരത്തിലും സമാനമായ രീതിയിൽ മഴ ലഭിച്ചു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ലഭിച്ച വേനൽ മഴ ഇത്തവണ ലഭിച്ചേക്കില്ല. ഈ വർഷം ഏപ്രിൽ 27ഓടെയാണ് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ മഴയുടെ അളവിൽ കുറവുണ്ടാകാനാണ് സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ മഴ സജീവമായിരുന്നെങ്കിൽ ഇക്കുറി ഏപ്രിൽ 27ഓടെയാണ് മഴ ലഭിച്ചു തുടങ്ങിയത്. മുൻവർഷം മെയ് 24 തന്നെ കാലവർഷം എത്തിയിരുന്നു. ഇത്തവണ വേനൽ മഴ പ്രതീക്ഷിച്ച അളവിൽ ലഭിച്ചില്ലെങ്കിലും വരും ദിവസങ്ങളിലെ മഴ താപനില കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.